ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല മയവും രുചിയുമുള്ള റവ പത്തിരിയും ഒരു വെറൈറ്റി ആൻഡ് ഹെൽത്തി ഹുമ്മൂസുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു കപ്പ് ചിക്ക് പീസ് വെള്ളക്കടല തലേ ദിവസം കുതിർത്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു ബീറ്റ്റൂട്ടും കൂടെ തൊലി കളഞ്ഞ് അതുകൂടെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അല്പം വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പിസ്തായും 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും. ഇത് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റവ പത്തിരി തയ്യാറാക്കുന്നതിന് ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് ചുരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ചോറ്, അത് വെള്ളച്ചോറോ കുത്തരിയുടെ ചോറോ എടുക്കാം. ഞാനിവിടെ വെളുത്ത ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് നോക്കാം. ആ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് പാകത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു പത്തിരിയാണ്. തലേ ദിവസം നമ്മൾ അരച്ച് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം 10 മിനിറ്റ് നേരം. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ഉണങ്ങിയ ബൗളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പിസ്തായും വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്, ഒരുപാട് ഹെൽത്തിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചതിൻ്റെ ബാക്കി വെള്ളം, ബീറ്റ്റൂട്ടും ചിക്ക് പീസും കൂടെ വേവിച്ചതിൻ്റെ ബാക്കി വെള്ളം ഊറ്റി വെച്ചിരുന്നത് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തതിലേക്ക് ഇനി നന്നായിട്ട് തണുത്ത വെള്ളക്കടലയും ബീറ്റ്റൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെറൈറ്റി ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹുമ്മൂസാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഐസ് ക്യൂബോ അല്ലെങ്കിൽ ഐസ് കോൾഡ് വാട്ടറോ ഒരു 1/4 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ചിക്ക് പീസ് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ഇപ്പം ചേർക്കാത്തത്. അതിലേക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് ഇത് അരച്ച് നന്നായിട്ട് ഉണങ്ങിയ ഒരു ഗ്ലാസ് ബൗളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്കിത്, പത്തിരിയുടെ ഒക്കെ കൂടെ നമുക്കിത് ഉപയോഗിക്കാം. ഒരുപാട് ഹെൽത്തിയാണിത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു വലിയ ബൗളിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് അത് ചേർത്ത് കൊടുത്ത്, അപ്പോൾ റവ നന്നായിട്ട് കുതിർന്നപ്പോൾ അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ഈ ബൗളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മയമായിട്ട് അരച്ച് ആ ബൗളിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ കോരി ഒഴിക്കുമ്പം ലൂസായിട്ടിങ്ങനെ വരണം. അപ്പോൾ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പം നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഓരോ തവി മാവ് വീതം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. കനം കുറച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കത് മറിച്ചിടാം. ഞാൻ ആദ്യത്തെ ഇട്ടപ്പോഴത്തേക്ക്
അല്പം ഒന്ന് മടങ്ങിപ്പോയി. അത് സാരമില്ല, അല്പം ഒരു ധൃതി കൂടിപ്പോയി. അതുകൊണ്ടാണ് 2 വശം ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടത് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല മയവും ഉണ്ട്. എന്നാൽ പുറം വശമൊക്കെ നന്നായിട്ട് ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു റവ പത്തിരിയാണ്. സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന അത്രയൊന്നും പ്രയാസമില്ല. നമ്മളിത് അരച്ച് തയ്യാറാക്കുന്ന ഒരു പത്തിരിയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ വശവും നന്നായിട്ട് മുരിയിച്ച് എടുക്കാം. അപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ കുമിളിച്ച് വരും. അപ്പം നമ്മുടെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക്